أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പറയുക, പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു. എന്തിൽ നിന്നാണ് അഭയം തേടുന്നത്? മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും. ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ മനുഷ്യരും പരസ്പരം ഉപകാരം ചെയ്യാൻ കടപ്പെട്ടവരാവുന്നു. എന്നാൽ പലപ്പോഴും ഉപകാരത്തിന് പകരം ഉപദ്രവം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മനുഷ്യരുടെയും മറ്റെല്ലാ സൃഷ്ടികളുടെയും ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാവിധ സൃഷ്ടികളുടെയും ഉപദ്രവത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടുന്നു. അതാണ് മിൻ ഷർറ് ഉപദ്രവം. മാ ഖലഖ്, ഈ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്നും. പിന്നെ പറയുന്നത് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഗാസിഖ് ഇരുട്ട് മൂടിയ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും. വമിൻ ശർരി ഗാസിഖിൻ എന്ന് വെച്ചാൽ രാത്രി, ഇദാ എപ്പോഴാണ് എന്നുള്ള സന്ദർഭം പറയാം, വഖബ് ഇരുട്ട് മൂടുമ്പോൾ ഉള്ളത്. അപ്പോൾ രാത്രി സമയത്താണ് എല്ലാ കളവും കൊലയും എല്ലാ തിന്മകളും നടക്കുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവത്തിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഈ കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടുന്നു. ഈ കെട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൂടോത്രം എന്ന് പറയുന്ന ആ വക ഉപദ്രവങ്ങൾ, തിന്മ, അതൊക്കെ തിന്മയാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടുക. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയപ്പെടുമ്പോൾ അവൻ്റെ നാശത്തിൽ നിന്നും. പലരിലും കാണുന്ന ദുസ്വഭാവമാണ് അസൂയ. ഒരാൾക്ക് വല്ല നന്മയോ അനുഗ്രഹമോ ലഭിക്കുമ്പോൾ അതിൽ വിഷമം തോന്നുകയും അത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് അസൂയ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നന്മ ഈ തീ വിറകിനെ കരിയിച്ച് കളയുന്നത് പോലെയാണ് അസൂയ. നമ്മുടെ നന്മകളെ എല്ലാം കരിയിച്ച് കളയും. അള്ളാഹു ആണ് മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ വേറൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അസൂയ തോന്നുന്നത്. നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു നമുക്ക് തരും, അവർക്ക് വേണ്ടത് അവർക്കും കൊടുക്കും. അള്ളാഹു ആണ് ഓരോന്നും നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാം വ്യത്യസ്തമാണ്, നമുക്കൊട്ടും താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തുണ്ടായെങ്കിലും നമ്മൾ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുകൂടാതെ എല്ലാവരും ഈ അസൂയാലുക്കാരുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാവരും വിട്ടു നിൽക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്, ഈ സൂറത്തിൽ പറയുന്നത്.